കഴിഞ്ഞ ദിവസമായിരുന്നു യൂട്യൂബറും ബിഗ് ബോസ് താരവുമായ സിജോ ജോണിന്റെ വിവാഹം. സോഷ്യൽ മീഡിയയിലൂടെ നേരത്തെ മലയാളികൾക്ക് സുപരിചിതനായിരുന്നു സിജോ. ബിഗ് ബോസിലേക്ക് എത്തിയതോടെ ജനപ്രിയനായി മാറുകയായിരുന്നു. സിജോയുടെ വിവാഹശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഏറെക്കാലമായി പ്രണയത്തിലായിരുന്ന താരം ബിഗ് ബോസ് താരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ് വിവാഹം കഴിച്ചത്. ഇതിനു പിന്നാലെ തന്റെ ആദ്യ രാത്രി വെള്ളത്തിലായി എന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സിജോയും ഭാര്യ ലിനുവും. യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ച വീഡിയോയിലാണ് സിജോ ഇക്കാര്യം സൂചിപ്പിച്ചത്. വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ കയറി. ഇപ്പോൾ സമയം ഏകദേശം രാത്രി 1:15 മണിയായി. വിവാഹം കഴിഞ്ഞുള്ള രാത്രി ആദ്യ രാത്രി എന്നാണ് പറയാറുള്ളത്. പക്ഷേ കൂട്ടുകാരെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും സമയം 3:30 ഇപ്പോഴിതാ രാത്രി കഴിഞ്ഞ് പകൽ ആവാറായി. അതുകൊണ്ട് തന്നെ ആദ്യ രാത്രി എന്നൊന്നും ഉണ്ടായില്ല. എല്ലാവരും പറയുന്നത് പോലെ ആദ്യ രാത്രി ഭയങ്കര സംഭവമായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ലെന്നും സിജോയും ലിനുവും പറയുന്നു. സിജോവിൻ്റെയും ലിനുവിൻ്റെയും മുഖത്തുണ്ട് അവരുടെ വിവാഹം വളരെ സന്തോഷമായിട്ടാണ് നടന്നതെന്ന്. ദിയ കൃഷ്ണയുടെ ഒരു ഒറ്റ പോസ്റ്റ് കൊണ്ട് വിവാഹം കുളമായി. നോറ എയറിലുമായി. സിജോയെ സംബന്ധിച്ച് അവൻ്റെ ഫ്രണ്ട്സും അവർക്കിടയിലെ ഫണ്ണുമൊക്കെ ആസ്വദിക്കുന്ന, അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാൾ തന്നെയാണ്. എന്നാൽ ദിയയെ പോലുള്ളവർക്ക് ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സ് തന്നെയാണ്. എല്ലാം ഒന്നും ആസ്വദിക്കാൻ കഴിയില്ല. മാത്രമല്ല ദിയ ഒരു രാസകുമാരി കൂടിയാണ്. കുഴി കൊത്തി പ്രജകൾക്ക് കഞ്ഞി കൊടുക്കുന്ന രാസകുമാരി. എൻ്റെ ഭർത്താവിൻ്റെ മുഖത്തായിരുന്നുവെങ്കിൽ പിന്നീടൊരു ദിവസം കേക്ക് കഴിക്കാൻ ആ വ്യക്തി ഉണ്ടാകില്ല. നോറയ്ക്കെതിരെ ദിയ കൃഷ്ണ. ദിയ കൃഷ്ണയുടെ കല്യാണത്തിന് നോറ പോകാഞ്ഞിരുന്നത് ഭാഗ്യം. അവിടെ വെച്ചായിരുന്നു നോറയ്ക്ക് ഇങ്ങനെയൊക്കെ തോന്നിയതെങ്കിൽ നോറയുടെ കാര്യം പോക്കാണ്. നോറയ്ക്ക് മാത്രമല്ല മറ്റാർക്കും അങ്ങനൊരു ബുദ്ധി തോന്നാതിരുന്നത് ഭാഗ്യം. സാധാരണ വിവാഹം കഴിഞ്ഞവർക്ക് ചില സർപ്രൈസുകളൊക്കെ കൊടുക്കാറുണ്ട്. അത് അവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും. ചില കൂട്ടുകാർ ഫണ്ണായിട്ട് ചില കാര്യങ്ങളൊക്കെ കാണിച്ചെന്ന് വരും. വിവാഹം കളറാവട്ടെ എന്ന് കരുതിയാണ്. വിവാഹം ഒന്നല്ലേയുള്ളൂ, അത് കളറാവട്ടെ എന്ന് ചെക്കനും വീട്ടുകാരും പെണ്ണുമൊക്കെ കരുതാറുമുണ്ട്. അതിനെ എതിർക്കുന്നവരുമുണ്ട്. സിജോയുടെ വിവാഹം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതുകൊണ്ട് ഒരുപാട് പേര് കാണുകയും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ദിയ കൃഷ്ണ ഒരു കമന്റ് ഇട്ടപ്പോൾ അത് മനോരമ വരെ ഏറ്റുപിടിച്ചു. അതൊരു വലിയ വിവാദങ്ങളിലേക്കും വഴിയൊരുക്കി. ദിയ കൃഷ്ണക്ക് സിജോ ആരാണെന്നോ നോറ ആരാണെന്നോ ആ ആഘോഷത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തികളെയും അവൾക്കറിയില്ല. പക്ഷെ നോറയുടെ ആ പ്രവൃത്തി കണ്ടപ്പോൾ ദിയയുടെ ഭർത്താവിനോടുള്ള സ്നേഹം മൂത്ത് കുരുപൊട്ടി. നോറ അങ്ങനെ ചെയ്യാനുള്ള കാരണം നന്ദന പറയുന്നുണ്ട്. ബിഗ് ബോസിലെ മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് നന്ദന. നോറയുടെ ഫുഡ് തേക്കൽ പ്രവൃത്തി കൊണ്ട് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഫുഡ് വേസ്റ്റ് ആക്കി എന്നുള്ളത്, രണ്ടാമത്തേത് സ്റ്റേജിൽ നിൽക്കുന്നവരെ അപമാനിച്ചു എന്നുള്ളത്. സിജോയുടെ മുഖത്ത് നോറ കേക്ക് തേക്കാൻ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. നോറയുടെ ബർത്ത്ഡേയുടെ അന്ന് ബർത്ത്ഡേ പാർട്ടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം സിജോ നോറയുടെ മുഖത്ത് കേക്ക് തേച്ചിരുന്നു. അതൊരു റിവഞ്ചിന്റെ ഭാഗമായിരുന്നു. നോറയും ഒരു റിവഞ്ചായിട്ടാണ് ഇത് ചെയ്യുന്നത്. എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നോറ ഇത് ചെയ്തത്. അതിൽ ആർക്കും പരാതിയുമില്ല. സിജോയും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. സിജോയുടെ അഭിപ്രായത്തിൽ ദിയ കൃഷ്ണ 2 തോണിയിൽ കാല് വെക്കുകയാണ്. നോറ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന്. ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നോറ ഇങ്ങനെ ചെയ്തത്. ഞാനും ലിനുവും ആദ്യം ഷോക്കായിരുന്നെങ്കിലും പിന്നീട് ഞങ്ങൾ അത് ആസ്വദിക്കുകയാണ് ചെയ്തത്. നോറ എൻ്റെ ഫ്രണ്ട്സാണ്. എനിക്കതിൽ യാതൊരു പരാതിയുമില്ല, മറിച്ച് സന്തോഷം മാത്രമേ ഉള്ളൂ. അഭിപ്രായങ്ങൾ ആർക്കു വേണമെങ്കിലും പറയാം, അത് അവരുടെ അവകാശമാണ്. പക്ഷേ ദിയ കൃഷ്ണയെ പോലുള്ളവർ അഭിപ്രായം പറയുമ്പോൾ അതിന് മാറ്റുകൂടും. മനോരമ പത്രത്തിലടക്കം അതൊരു ന്യൂസായി. അതിൻ്റെയൊന്നും ആവശ്യം അവർക്കുണ്ടായിരുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടി നടന്ന ഒരു വിവാഹാഘോഷം, അത് വലിയൊരു ചർച്ചാ വിഷയത്തിലേക്ക് എത്തിച്ചത് ദിയ കൃഷ്ണയാണ്. ഭർത്താവിനെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു സ്ത്രീ മറ്റൊരു ഭർത്താവിനെ കുറ്റം പറയുമോ, ബോഡി ഷെയ്മിങ് ചെയ്യുമോ? അവളുടെ ആവശ്യം ഇതൊന്നുമായിരുന്നില്ല. അവൾ വീണ്ടും ഒന്ന് ചർച്ചയാവണം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, അതുമാത്രമാണ്. അല്ലാതെ ഭർത്താവിനെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ മറ്റൊരു ഭർത്താവിനെ കുറ്റം പറയില്ല. സീക്രട്ട് ഏജന്റിനെ കുള്ളൻ എന്ന് വിളിച്ചത് സപ്പോർട്ട് ചെയ്താണ് ദിയ കൃഷ്ണ മുന്നോട്ട് വന്നത്. അത് വലിയ തെറ്റാണെന്നാണ് എല്ലാവരും പറയുന്നത്.